നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിസ്ഥിതി വർത്തമാനത്തിലേക്ക് സ്വാഗതം. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഉദയകുമാർ സാറിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമസ്കാരം. അപ്പോൾ പരിസ്ഥിതി വർത്തമാനം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് പക്ഷേ ആദ്യത്തെ ഒരു 10 മിനിറ്റ് സാറിന് പറയാനുള്ള കുറച്ച് കഥകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടതിന് ശേഷമായിരിക്കും ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു കഥ കേൾക്കണം. ആദ്യത്തെ കൃത്യം 10 മിനിറ്റ്. അതിനുശേഷം ഞാൻ ഫോൺ നമ്പർ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളും ഈ കഥ ശ്രദ്ധിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾക്കും ചോദ്യം ഇന്ന് ചോദിക്കാൻ പറ്റുന്നത്. കാരണം അതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കഥയിലേക്ക് പോയാലോ സർ? ഓക്കെ, തീർച്ചയായിട്ടും. ഇന്ന് നമ്മള് ചർച്ച ചെയ്യുന്ന വിഷയം വളരെ എനിക്ക് തോന്നുന്നു ഗൗരവമേറിയ ഒരു വിഷയമാണ്. അതായത് നമ്മള് മനുഷ്യര്, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ നമ്മൾ എന്തുമാത്രം സാമൂഹികത ഉള്ള ജീവികളാണ് എന്ന് ഉള്ളതാണ്. ഇപ്പം നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്തുമാത്രം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മൾ എന്തുമാത്രം മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കാൻ, അവരെ പാരവയ്ക്കാനും കുഴപ്പത്തിലാക്കാനും ചിന്തിക്കുന്നതല്ല. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി, നമ്മുടെ സഹജീവികളുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ചിന്തിക്കുന്നു എന്നുള്ളതാണ് സാമൂഹികതയുടെ ഒരു അളവുകോൽ. രണ്ടാമത്തെ ഒരു അളവുകോൽ എന്ന് പറയുന്നത് മറ്റ് ജീവികൾ, നമ്മുടെ മനുഷ്യരല്ലാതെയുള്ള മറ്റ് ജീവികളെക്കുറിച്ച്. ആ ജീവികളും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളവരാണ്. മനുഷ്യൻ ഏറ്റവും അവസാനം ഭൂമിയിലേക്ക് വിരുന്നു വന്നൊരു ജീവിയാണ്. അതിനു മുമ്പ് വന്നതാണ് ബാക്കിയുള്ള ജീവികളെല്ലാം. അപ്പൊ അവർക്കാണ് കൂടുതൽ അവകാശം ഭൂമിയുടെ മേൽ. അത് ഈ സാമൂഹികതയുടെ മറ്റൊരു അളവുകോലാണ്. അത് കഴിഞ്ഞിട്ട് ഈ ജലം, വായു, മണ്ണ്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി വിഭവങ്ങൾ, ആ വിഭവങ്ങളുടെ മേലെ നമുക്ക് എന്തുമാത്രം കരുതലുണ്ട്. ആ വിഭവങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണ് എന്നുള്ള ഒരു അവബോധം ഉണ്ട് എങ്കിൽ നമുക്ക് ഒരു സാമൂഹികതാ ബോധം ഉണ്ട് എന്ന് പറയാം. ഇപ്പൊ ജലം എന്ന് പറയും, ഉദാഹരണം പറഞ്ഞാൽ ജലം, ഇപ്പൊ എന്റെ വീട്ടുപറമ്പില് എന്റെ കിണറ്റിൽ നിന്ന് ഞാൻ കോരിയെടുക്കുന്ന വെള്ളം എന്റെ സ്വന്തമാണ് എന്ന് നമ്മൾ ധരിക്കുന്നത് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു മഴയിൽ നിന്നാണ് ആ വെള്ളം കിട്ടുന്നത്. ആ മഴ ചിലപ്പോൾ ഒരു പക്ഷേ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരു പാവം കർഷകന്റെ പാടത്ത് നിന്ന് ആയിരിക്കും ആവിയായ അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് അത് സൂര്യന്റെ ചൂടേറ്റാണല്ലോ. സൂര്യൻ എല്ലാവരുടെയും സ്വന്തമാണല്ലോ. അപ്പൊ സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷം വഴി ഒരു കാറ്റ് കൊണ്ട് നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് മഴയായി പെയ്യിക്കുന്നത് കൊണ്ടാണ് അത് നമ്മുടെ കിണറ്റിൽ കിട്ടുന്നത്. അതിനർത്ഥം അത് നമ്മുടെ സ്വന്തം എന്നല്ല. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് വായു ആയാലും അതുപോലെ മണ്ണായാലും കരപ്രദേശമായാലും നമ്മുടേതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്, നമ്മുടെ മാത്രം സ്വന്തമല്ല. അതൊരു പൊതു സ്വത്താണ് ഇതെല്ലാം. അപ്പൊ ആ ഒരു അവബോധം നമുക്ക് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ സാമൂഹികതാ ബോധം. അപ്പൊ നമ്മുടെ സാമൂഹികത ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് ഈ ബോധം എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും, ഇപ്പൊ കേൾക്കുന്ന ശ്രോതാക്കളും നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം സാമൂഹികതാ ബോധമുള്ളവരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്തുമാത്രം കൂടുതൽ അവർക്ക് വേണ്ടി ചിന്തിക്കുന്നു, അതുപോലെ പ്രകൃതി വിഭവങ്ങളായ മണ്ണ്, ജലം, അതുപോലെ വായു, അത് പൊതുവാണെന്ന് നമ്മൾ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ജീവികൾ, മനുഷ്യരല്ലാത്ത മറ്റ് ജീവികളെ കുറിച്ച് നമ്മൾ എന്തുമാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്രത്യേകമായിട്ട് വരേണ്ടത് നഗരപ്രദേശങ്ങളിലെ നീരൊഴുക്കിനെ കുറിച്ചാണ്. അപ്പൊ അതും കൂടി പറയുമ്പോൾ കഥ പൂർണ്ണമാവും. ഇപ്പൊ മഴ പെയ്യുന്നു, നഗരത്തിലും മഴ പെയ്യുന്നു, എല്ലായിടത്തും മഴ പെയ്യുന്നു. മഴ പെയ്ത ആ ജലം മഴയിൽ അന്തരീക്ഷ വായുവിൽ കൂടി കലർന്നു വരുമ്പോൾ തന്നെ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ചു ചേരുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഭൂമിയുടെ ഉപരിതലത്തിൽ കിട്ടുന്നത് കാർബോണിക് ആസിഡാണ്. ഒരു ആസിഡാണ് നമുക്ക് കിട്ടുന്നത്. വളരെ വീര്യം കുറഞ്ഞതാണ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ആസിഡായിട്ട് അനുഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ആസിഡ് ഭൂമിയിൽ വീഴുന്നു. കാർബോണിക് ആസിഡ് എന്ന രൂപത്തിൽ വെള്ളം ഭൂമിയിൽ പതിക്കുന്നു. അത് ഭൂമിയിലെ പാറകളുമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നുണ്ട്. പാറകളെ അലിയിപ്പിച്ചെടുക്കുന്നുണ്ട്, മണ്ണാക്കി മാറ്റുന്നു, കളിമണ്ണാക്കി മാറ്റുന്നു. അതുപോലെ മണ്ണിലാണ് വീഴുന്നതെങ്കിൽ വെള്ളത്തിൽ ലയിച്ചു ചേരാൻ സാധ്യതയുള്ള വസ്തുക്കളെ അത് ലയിപ്പിച്ചെടുത്തിട്ട് അത് രണ്ട് കാര്യങ്ങളാണ് ഈ മഴവെള്ളത്തിന് സംഭവിക്കുന്നത്. ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഒരു ഭാഗം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങും, മറ്റൊരു ഭാഗം ഒഴുകിപ്പോകും. ഇത് മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങണമെങ്കിൽ മണ്ണ് ഉണ്ടാകണം.
ഉപരിതലത്തിൽ മണ്ണുണ്ടാകണം. നമ്മൾ ടാറ് കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ കവർ ചെയ്തിട്ടുള്ള പ്രദേശമാണെങ്കിൽ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നതിന്റെ അളവ് കുറവായിരിക്കും, ഒഴുകിപ്പോകുന്നതിന്റെ അളവായിരിക്കും കൂടുതൽ. ഏതായാലും ഒരു ഭാഗം മണ്ണിനടിയിലേക്കും ഊർന്നിറങ്ങുന്നുണ്ട്, ഒരു ഭാഗം ഒഴുകിപ്പോകുന്നുമുണ്ട്. ഇതിൽ ഈ ഒഴുകിപ്പോകുന്ന ജലം സ്വാഭാവിക നീരൊഴുക്കെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ചെറിയ അരുവിയായി രൂപപ്പെട്ട് മറ്റൊരു തോട്ടിലെത്തി, തോട് ചിലപ്പോൾ ഒരുപക്ഷെ വേറൊരു നദിയിലെത്തി, വലിയ നദി അവസാനം കായലിൽ എത്തുന്നു, കായലിൽ നിന്നത് കടലിലേക്ക് എത്തുന്നു. ഇതുപോലെ തന്നെ നമ്മൾ കൃത്രിമമായി നിർമ്മിച്ച ഓടകളുണ്ടല്ലോ, രണ്ട് രീതിയിലുള്ള ഓടകൾ നഗരങ്ങളിലുണ്ട്. ഒന്ന് തുറന്ന ഓടകളും മറ്റത് നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് അടച്ച ഓടകളും. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ രണ്ട് കാര്യങ്ങൾക്കാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. മലിനജലം കൊണ്ടുപോകുന്നതിനും അതുപോലെ പെരുമഴ പെയ്യുമ്പോഴത്തേക്ക് ഈ നീർച്ചാലുകൾ നിറഞ്ഞ് അതിനെ വഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കുറെ ജലം ഇതിൽ കൂടിയും ഒഴുകിപ്പോകും. അപ്പൊ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മലിനജലം ഒഴുകിപ്പോയാൽ ആ മലിനജലം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ ഓടകളിലേക്ക് അല്ലെങ്കിൽ സ്വാഭാവിക നീരൊഴുക്കിലേക്ക് ജലം എത്തുന്നതിന് മുമ്പ് മലിനമാണെങ്കിൽ അതിനെ ശുദ്ധീകരിച്ചിട്ട് മാത്രമേ ഈ ഓടയിലേക്ക് അല്ലെങ്കിൽ അരുവിയിലേക്ക് നമ്മൾ ഒഴിക്കാറുള്ളൂ. നമ്മുടെ രാജ്യത്ത് നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരിട്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ ഈ ശുദ്ധജല നീരൊഴുക്കിലേക്കോ അതല്ലെങ്കിൽ ഓടയിലേക്കോ ഒഴുക്കുകയും അത് നേരിട്ട് മറ്റ് ജലാശയങ്ങളിലേക്ക് ചെല്ലുകയും അത് നമ്മുടെ തന്നെ കിണറ്റിൽ ഒരുപക്ഷെ കലരുകയും ഒക്കെ ചെയ്യും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിക്ക് അടിയിലേക്ക് ഊർന്നിറങ്ങുന്ന ജലം ഭൂജലമായി മാറുകയാണല്ലോ. അല്ലാതെ ഒഴുകിപ്പോകുന്ന ജലം ഉപരിതല ജലമായിട്ട് ഒഴുകി കായലിലോ കടലിലോ ഒഴുകി അതങ്ങ് എത്തുന്നു. ഈ അടിയിലേക്ക് ഊർന്നിറങ്ങുന്ന ജലം മലിനജലമാണെങ്കിൽ പോലും അത് മണ്ണ് അതിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ അത് ശുദ്ധീകരിക്കപ്പെടും. പക്ഷെ ഈ ഉപരിതല ജലാശയത്തിൽ കൂടി ഒഴുകിപ്പോകുന്ന ജലം മലിനജലമാണെങ്കിൽ ആ മലിനജലം അത് മലിനമായിട്ട് തന്നെ പോവുകയും അത് തിരിച്ചാണ് സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കായിരിക്കും ഈ മാലിന്യം കൂടുതൽ എത്തുന്നത്. അതാണ് ഒരു കാര്യം. കഥയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഈ ഓടകളായാലും ഉപരിതല ജലാശയങ്ങളായാലും അത് ജലത്തെ വഹിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിനകത്തേക്ക് ഒരു മിഠായിയുടെ പൊതി പോലും നമ്മൾ ഈ നീരൊഴുക്കിലേക്ക് ഇടാൻ പാടില്ല. കാരണം നഗരങ്ങളിൽ പ്രത്യേകിച്ചും നീരൊഴുക്കിന്റെ വേഗത വളരെ കുറവാണ്. ഇപ്പൊ കൊല്ലം നഗരത്തിൽ ഒരു നീരൊഴുക്കിന്റെ വേഗത എടുത്താൽ വളരെ കുറവാണ്. ഒരു ഓടയിൽ കൂടി ജലം ഒഴുകുന്ന വേഗത എടുത്താലും വളരെ കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഉയരക്കുറവ് അല്ലെങ്കിൽ ഉയരവ്യത്യാസം ഇല്ലാത്തൊരു പ്രദേശമല്ലേ, വളരെ നിരപ്പായൊരു പ്രദേശമല്ലേ. മിക്കവാറും ഒക്കെ നമ്മുടെ നഗരങ്ങളെല്ലാം ഇപ്പൊ തീരപ്രദേശത്താണെങ്കിൽ വളരെ നിരപ്പായ പ്രദേശമാണ്. അപ്പൊ ചരിവ് വളരെ ചരിവ് കുറവായതുകൊണ്ട് തന്നെ ഈ ഒഴുക്കിന്റെ വേഗതയും ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വേഗത കുറഞ്ഞ ഒരു ഓടയിലേക്കോ ഒരു ശുദ്ധജല നീരൊഴുക്കിലേക്കോ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള ഖരവസ്തുക്കൾ നമ്മൾ നിക്ഷേപിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ നിക്ഷേപിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നീരൊഴുക്ക് തടസ്സപ്പെടും എന്ന് മാത്രമല്ല, ഈ ജലം മലിനമാവുകയും ഈ നഗരത്തിലെ മൊത്തത്തില് ഉള്ള ജലത്തിന്റെ പ്രവാഹം നിലയ്ക്കുകയും നഗരം പാരിസ്ഥിതികമായിട്ട് സ്തംഭിക്കുകയും ചെയ്യും. മിക്ക നഗരങ്ങളും പാരിസ്ഥിതികമായി സ്തംഭിച്ച അവസ്ഥയിലാണ് എന്നുള്ള കാര്യം പോലും നമുക്ക് അറിയാത്ത അവസ്ഥയാണുള്ളത്. ഓക്കെ, അപ്പോ കഥ പൂർണ്ണം. ഇനി നമ്മൾ വിഷയത്തിലേക്ക് പോകുന്നു. ആദ്യം തുടങ്ങിയത് തന്നെ സാമൂഹികതയാണ്. പരിസ്ഥിതിയും നമ്മുടെ സാമൂഹികതയുമായിട്ടുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി അത് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ വിഷയം ഈ സാമൂഹികത അല്ലെ, പരിസ്ഥിതി. അതോടൊപ്പം തന്നെ സാറ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഉപരിതല ജലം, അതേപോലെ തന്നെ മണ്ണിനടിയിൽ കൂടി പോകുന്ന ജലവും. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, അതെങ്ങനെയാണ് ആ ഒരു വ്യത്യാസം എന്നുള്ളത് കൂടുതൽ നമുക്ക് അറിയേണ്ടതുണ്ട്. അതായത് നമുക്ക് ആദ്യം സാമൂഹികതയിൽ തുടങ്ങാം അല്ലെ. ശരിക്കും സാമൂഹികതയും പരിസ്ഥിതിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇനി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ, നിങ്ങൾക്ക് വിഷയം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വിളിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉദയകുമാർ സാറോട് സംസാരിക്കാൻ വിളിക്കണം. അപ്പോൾ 0474 2931111. അപ്പം നമുക്ക് സംസാരിക്കാം സാർ. അതെ, അപ്പൊ ഈ സാമൂഹികത എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ആ സാമൂഹികതാ ബോധം, അതായത് മറ്റൊരാള് എന്ന് പറയുന്നത് എന്റെ സഹോദരനാണ് എന്ന് എനിക്ക്
ഉറപ്പുണ്ടെങ്കിൽ, അപ്പൊ ഈ നമ്മുടെ പിന്നെ സാഹോദര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലൊക്കെ നിർവഹിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ശ്രീലക്ഷ്മി ഇപ്പം ഈ ഓഫീസിലിരിക്കുന്നു. ശ്രീലക്ഷ്മി ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാള് ശ്രീലക്ഷ്മിയുടെ മുമ്പിൽ വരുന്നു, ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ആദ്യമായിട്ട് കാണുന്ന പിന്നെ അപരിചിതനായ മനുഷ്യനെ ശ്രീലക്ഷ്മിക്ക് തുല്യ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ കഴിയുമോ? കാണാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ മാത്രമേ ആ മനുഷ്യനെ സഹോദരനാണ് അല്ലെങ്കിൽ സോദരനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരാളിന് സോദരനായിട്ട് പരിഗണിക്കുക സത്യം പറഞ്ഞല്ലേ? അല്ല, ഞാൻ അതുകൊണ്ടൊന്നും തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ഒരാളെ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടുപോയല്ലോ എന്നുള്ള അവസ്ഥയിലാണ് ഞാനിരുന്നത്. സത്യത്തില് അയ്യോ ഇങ്ങനെ പറയണ്ടായിരുന്നു, എന്നെ പെടുത്തിയതാണല്ലേ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയും? ഇപ്പൊ ശ്രീലക്ഷ്മിയോട് ചോദിക്കുക, ശ്രീലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആരെ പറയും? അച്ഛനും അമ്മയും ഹസ്ബൻഡും ഒക്കെ. നമ്മൾ കള്ളമാണ് പറയുന്നത്? അല്ല, നമ്മൾ തന്നെയാണ്. നമ്മൾ കള്ളം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കള്ളം പറയാണ്. ഓരോ വ്യക്തിക്കും, മനുഷ്യനെ പ്രത്യേകിച്ചും നമ്മൾ സ്വാർത്ഥരാണ്. അല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണമെന്നാണ്. ആണ് അത് കുഴപ്പമില്ല, കുഴപ്പമാണെന്നല്ല പറയുന്നത്. പക്ഷെ നമുക്കൊരു കോളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പെട്ടു, ഇനി നിങ്ങളും കൂടി എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ കേട്ടോ. അപ്പൊ കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം, പരിസ്ഥിതി വർത്തമാനത്തെ സ്വാഗതം. എന്റെ പേര് മഹേഷ് എന്നാണ്. സംസാരിച്ചോളൂ. പറഞ്ഞോളൂ സാർ. നല്ലൊരു പെരുമഴ പെയ്യുമ്പോഴാണ് വിഷയം ചർച്ചയ്ക്ക് ജലാശയങ്ങളിൽ ഇപ്പം നമ്മൾ കേരളത്തില് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മഴ അളവിലും അധികം ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ശുദ്ധജലം കഴിഞ്ഞൊരു 10 വർഷത്തെ അപേക്ഷിച്ച് ശുദ്ധജലത്തിൽ ലഭ്യത ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും. എത്ര പെരുമഴ പെയ്താലും പിറ്റേ ദിവസം ഒരു 32 ഡിഗ്രി വെയിലടിച്ചാൽ കിണറുകളിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. പെയ്യുന്ന മഴ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ തന്നൊരു വിവരം എന്ന് പറഞ്ഞത്, ഇപ്പം മഴ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി ചെല്ലുന്നതിന്റെ സാന്ദ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഈ വെള്ളം നമ്മുടെ ഭൂഗർഭ നിരപ്പിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ വളരെ അറിവാണ്. വളരെയധികം അതിപ്പോ എന്റെയൊക്കെ ധാരണ വെച്ചാല് പെയ്യുന്ന മഴ അതിന്റെ സഹജമായി തന്നെ ഭൂമിക്കട്ടിലേക്ക് പോകുന്നുള്ള ധാരണയിലാണ്. പിന്നീട് ഇപ്പം നേരത്തെ വ്യക്തമാക്കിയപ്പോഴാണ് മണ്ണിന് ലഭ്യമായിട്ടുള്ള അളവിലുള്ള ഇപ്പറയുന്ന പോലെ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള ശുദ്ധജലം മാത്രമേ മണ്ണിനടിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പം നമ്മുടെ കിണറുകളിലേക്ക് മലിനമാകുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വീടുകളിൽ ഇപ്പൊ നിലവില് ഒരു 3 സെന്റിലൊരു വീട് കെട്ടിയാലും മുറ്റം ഇല്ലാണ്ടായി പോകുന്നു എന്നുള്ളത് ഒരു വളരെ വലിയൊരു ആശങ്ക വിഷയം തന്നെയാണ്. അപ്പൊ ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യണം. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി വിസിറ്റിനൊക്കെ പോകുമ്പോ 50 സെന്റിന് നടുക്കൊരു വീടുണ്ടാവും. ബാക്കി 43 സെന്റിനകത്തും കോൺക്രീറ്റ് ഇട്ട് വെള്ളം എങ്ങടെ പോണോന്ന് ചോദിക്കുമ്പോ വെള്ളം അപ്പുറത്തെ പറമ്പിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വയലിലേക്ക് ഒഴുക്കി കിണർ എവിടെയെന്ന് ചോദിച്ചപ്പം കിണറ്റ് വെള്ളമില്ല, അതുകൊണ്ട് നമ്മൾ കൊള്ളിക്കണ്ട അടച്ചിട്ടേക്ക്. ഇതിന് ഒരു 8 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയാം. അപ്പൊ അന്ന് സംസാരിച്ചപ്പോ പുള്ളിയോട് ഞാനും വഴക്ക് പറഞ്ഞു വെച്ചാലും ഇപ്പം നമുക്ക് വേണ്ടി സ്വരൂപിക്കുന്നതിനപ്പുറം അടുത്ത തലമുറയിലേക്ക് നമ്മൾ എന്ത് മാറ്റി വെക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയാ ലക്ഷ്യം എന്ന് ഒരു പരിധി വരെ. ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളുടെ ഉപയോഗത്തിന് ശേഷം മാറ്റി വെക്കുന്നത് മാത്രമാണ് അടുത്ത തലമുറയിലേക്ക് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊരു വളരെ ചെറിയ കാര്യമല്ല. നമുക്ക് വേണ്ടിയെങ്കിലും ചെയ്യുന്നത് നല്ലതിനു വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയിലേക്കും കുറച്ച് അധികം മാറ്റി വെക്കാനുള്ള സാധിക്കും. വീട് വെക്കുമ്പോ മഴക്കിണർ ഒന്ന് കെട്ടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചെറിയ ലാഘവത്തോട് ചിന്തിക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്റെ മകൾക്കോ അല്ലെങ്കിൽ എന്റെ മകളുടെ മകൾക്കോ ഉപയോഗപ്രദമായ രീതിയിൽ കുറച്ച് നമുക്ക് കേരളത്തിലെ പൊതുവെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചെങ്കിലും പച്ചപ്പുള്ള സംസ്ഥാനമാക്കും കേരളം എന്ന് പറയുന്നത്. അപ്പം അത് സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇനിയെങ്കിലും ചിന്തിച്ചില്ലെന്നുണ്ടെങ്കിൽ വിഷയം മഴ ഉണ്ടാവും, പക്ഷെ മഴ വരും പോവും എന്നുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പോ ദീപക് സാർ, നമ്മളിപ്പോ അദ്ദേഹം നമ്മുടെ പ്രിയ ശ്രോതാവ് പറഞ്ഞ കാര്യത്തിനോട് സാറിന് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് നമ്മൾ പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ
ഭൂമിയുടെ ഉപരിതലത്തിൽ വീഴുന്ന ജലം, ആ ജലത്തിന് ഭൂജലമായി മാറണമെങ്കിൽ ഭൂജലത്തിന് മണ്ണിനടിയിലേക്ക് പോകാൻ എവിടെയെങ്കിലും ഒരു അല്പം മണ്ണ് പുറത്ത് കാണണം. അത് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തിയാൽ മാത്രമേ അതിന് ഭൂജലം രൂപപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഭൂജലം എന്ന് പറയുന്നതും ഉപരിതല ജലം എന്ന് പറയുന്നതും ഒരു ജലചക്രത്തിന്റെ ഭാഗമാണ്. അപ്പം ഭൂമി പ്രകൃതി അങ്ങനെയാണ് അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഭൂജലം കൂടി ഉണ്ടാകണം. അപ്പൊ ഭൂജലം ഉണ്ടാകാതെ ഇരുന്നാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് പിന്നെ പെട്ടെന്ന് മരുഭൂമിക്ക് തുല്യമായ മണ്ണായിട്ട് മാറും. അപ്പൊ മണ്ണില് ജലാംശം സ്ഥിരമായി ഇല്ലാതിരുന്നാൽ മണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ രാജാക്കന്മാരെന്ന് പറയുന്ന സൂക്ഷ്മജീവികൾ അവരില്ലാതായി കഴിഞ്ഞാൽ മണ്ണ് മരുഭൂമിയായി മാറും. അപ്പൊ നഗരങ്ങൾ മരുഭൂമി വൽക്കരിക്കപ്പെടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മണ്ണിനടിയിലേക്ക് ജലാംശം എത്താതിരിക്കുകയും ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികൾ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്പൊ അറിയാം, നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല മഴയാണ്. പക്ഷെ എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തന്നെ പറയുമ്പോൾ, ഇപ്പോഴത്തെ ജലത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? പ്രത്യേകിച്ച് നമ്മളിപ്പോ അറിയാം, നമ്മൾ തെറിപ്പിച്ചൊക്കെ നടക്കുന്നുണ്ട് ജലം. പക്ഷെ ഇതിന് രണ്ട് വ്യത്യാസങ്ങളുണ്ടല്ലോ നേരത്തെ പറഞ്ഞാൽ. അതായത് ഉപരിതല ജലം എന്ന് പറയുന്നത് പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം വീണ് കഴിഞ്ഞാൽ ഒന്നുകിൽ മണ്ണിനടിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒഴുകി പോകണമെങ്കിൽ പിന്നെ ചരിവ് വേണം. ആ പ്രദേശത്തിന് ചരിവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നഗരങ്ങൾ, ഇപ്പൊ കൊല്ലം നഗരം എടുത്താൽ ചരിവ് വളരെ കുറവാണ്. അപ്പൊ ചരിവ് കുറവായതുകൊണ്ട് തന്നെ നീരൊഴുക്കിന്റെ വേഗത ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ഈ ജലം വളരെ ബുദ്ധിമുട്ടിയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് കടലിലെത്തുക എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നത് കടലിനെയാണ്. അപ്പൊ കടലിലെത്തിയാൽ അതിന് ഒരു പരിമിതിയും ഇല്ലാതെ ഒഴുകി നടക്കാം. ജലത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതെ അതിനെ, ആ നീരൊഴുക്കിനെ നമ്മള് അതിന്റെ സ്വാഭാവിക ഗതിക്ക് വിടുന്നതിന് മനുഷ്യൻ അനുവദിച്ചാൽ നേരത്തെ പറഞ്ഞ സാമൂഹികതയുടെ ഒരു ഘട്ടമായി. സാമൂഹികത അവിടെ സാമൂഹികതയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതാണ്. നീരൊഴുക്കിനെ അതിന്റെ വഴിക്ക് കടലിലെത്താൻ അതിനെ അനുവദിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൽ ഖരവസ്തുക്കൾ കലരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ ഒരു സാധനം പോലും നമുക്ക് അടുത്തുള്ള ഒരു ഓടയിലേക്ക് നമ്മൾ എറിയാൻ പാടില്ല. കഴിയുമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ മലിനജലം പിന്നെ ശുദ്ധീകരിക്കാൻ പ്രത്യേകിച്ച് വലിയ ശുദ്ധീകരണ പ്ലാന്റുകളൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ, ആ ഒരു വീട് കഴിഞ്ഞതിന് ശേഷം തുറസായ അല്പമെങ്കിലും മണ്ണുണ്ടെങ്കിൽ, ആ മണ്ണിനകത്തേക്ക് ഒഴിച്ചാൽ തന്നെ ഇത് കിണറിന് അടുത്ത അല്ല ആ മണ്ണെങ്കിൽ, ആ മലിനജലം, ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് അല്ലെങ്കിൽ വാഷ്റൂമിൽ നിന്ന് വരുന്ന മലിനജലം, ആ മലിനജലത്തെ അടുത്തുള്ള ഓടയിലേക്ക് നേരിട്ട് ഒഴുക്കരുത് ഒരിക്കലും. നമ്മൾ ഒഴുക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ സാമൂഹികതയുള്ള നമ്മുടെ സഹജീവികളെ കുറിച്ച് നമ്മൾ കൂടുതൽ താല്പര്യമുള്ള മനുഷ്യരായി മാറുകയാണ്. സാമൂഹികതയുടെ അകത്ത് വരുന്ന ഒരു കാര്യമാണോ യഥാർത്ഥ കാര്യങ്ങളെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം കൂടി? ഇത് എവിടെ ചെല്ലും, ഈ ജലം ഓടെ വന്നാൽ അത് മലിനമാണല്ലോ, അവിടെ അല്ലേ കിടക്കുന്ന എന്നൊരു ചിന്ത ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മനുഷ്യരിലുള്ള പ്രശ്നമാണ്. അത് ഒരു പരിധിവരെ അതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ, ഇപ്പം കേരളത്തില് അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം വെച്ചാൽ എത്രയും പെട്ടെന്ന് മലിനമായ വസ്തുവിനെ നമ്മുടെ മുന്നിൽ നിന്ന് ഒഴിവാക്കുക, ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചാക്കിൽ കെട്ടിയിട്ട് ഓടയിലേക്ക് എറിയുന്നു, അല്ലെങ്കിൽ ചാക്കിൽ കെട്ടിയിട്ട് നമ്മൾ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് പറയുന്നത്. നാം താമസിക്കുന്ന നമ്മുടെ വീട്ടുപറമ്പിൽ നിന്ന് ഈ മലിനജലമായാലും അതുപോലെ വസ്തുക്കളായാലും ഒഴിവാക്കുക. ഇപ്പൊ രാത്രി കാലങ്ങളിൽ പിന്നെ മലിനജലം, അടുക്കളയിൽ നിന്നുള്ള മലിനജലം കൊണ്ട് റോഡിൽ ഒഴുക്കുന്നവരുണ്ട്, റോഡിൽ വെറുതെ അങ്ങ് ഒഴിക്കുന്നവരുണ്ട്. അതുപോലെ പിന്നെ കരിയില, വീട്ടിനകത്തുനിന്നുള്ള കരിയിലായിട്ട് റോഡിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കൊല്ലത്ത് വളരെ സാധാരണമാണ്. വളരെ സാധാരണമാണ്. എന്നാ ചോദിക്കാം, അപ്പൊ ഈ കരിയില എന്ത് ചെയ്യണമെന്ന്. വളരെ ലളിതമാണ്. ആ കരിയില എന്ന് പറയുന്നത് മണ്ണിന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ്. മണ്ണിലൊരു ചെറിയ കുഴി ഉണ്ടാക്കിയാൽ അവിടെ ഇട്ടാൽ, ചെറിയൊരു കുഴി ഉണ്ടാക്കാനുള്ള എല്ലായിടത്തും സ്ഥലം കാണുമല്ലോ, ഇട്ട് കഴിഞ്ഞാൽ അത് മണ്ണിനോട് ചേരുകയാണ്. മണ്ണിന്റെ പിന്നെ ജൈവാവസ്ഥയെ കൂട്ടുന്ന, അതിനെ ഏറ്റവും കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് കരിയില. പ്ലാസ്റ്റിക് കലരാതിരുന്നാൽ മതി. പ്ലാസ്റ്റിക്, അപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണ്, ഒരു വീടെന്ന് നമ്മൾ ആരെയും ഒന്നിനെയും കുറ്റം പറയാതെ നമ്മൾ തീരുമാനിക്കുന്നു, ഒരു ജനത എന്ന നിലയിൽ നമ്മൾ തീരുമാനിക്കുകയാണ്. എന്റെ വീട്ടിൽ മലിനജലം ഉണ്ടെങ്കിൽ ആ മലിനജലത്തെ നേരിട്ട് ഞാൻ ഓടയിലേക്കൊന്നും ഒഴുക്കാതെ കിണറിനടുത്തല്ലാത്ത ഒരു പ്രദേശത്ത് മണ്ണിലേക്ക് തന്നെ ഒഴുക്കുന്നു. മണ്ണ് അതിനെ ഫിൽട്ടർ ചെയ്തോളും.
മണ്ണൊരു വളരെ സ്വാഭാവികമായ ഒരു ഫിൽട്ടർ സാധനമാണ്. അത് ഫിൽട്ടർ ചെയ്തോളും. കരിയിലെ ഞാൻ പിന്നെ ഇട്ട് കത്തിക്കാതെ അത് മണ്ണിന് തന്നെ കൊടുക്കുന്നു. ഒരു ചെറിയ കുഴിയിൽ മണ്ണിന് തന്നെ കൊടുക്കുന്നു. പ്ലാസ്റ്റിക് ശേഖരിച്ചു വെച്ച് വൃത്തിയായി ശേഖരിച്ചു വെച്ച് നമ്മുടെ സഹജീവികളാണ് ഇത് ശേഖരിക്കാൻ വരുന്നത്, അല്ലെ? ഹരിത കർമ്മസേനയിൽ വരുന്നത് നമ്മുടെ സഹോദരങ്ങളാ. അപ്പൊ അവർക്ക് ഇതില് ആഹാരത്തിന്റെ വേസ്റ്റ് ഒന്നും അടങ്ങാതെ നമ്മൾ തന്നെ കഴുകി, ഇപ്പൊ പാല് വരുന്ന കവറാണെങ്കിൽ അത് കഴുകി കളഞ്ഞിട്ട് വൃത്തിയാക്കി അവര് വന്ന് വരുമ്പോ അവർക്ക് കൊടുക്കുക. അവർക്ക് വളരെ തുച്ഛമായ പിന്നെ വേതനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ആ വേതനം നമ്മൾ കൊടുക്കേണ്ട എത്രയാണോ അതവരെ കൊടുക്കുക. അത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സാമൂഹികതയുടെ ഒരു ലക്ഷണം. അല്ല, ഈ സാമൂഹികതയെ കുറിച്ച് പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമാണ്. നിങ്ങൾ വിളിക്കുന്നവരെ ഞാൻ ചോദിക്കും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 074293111. നമുക്ക് ആകെ അരമണിക്കൂറാണ് ഈ പരിപാടിയുടെ സമയം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ സാമൂഹികതയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജനങ്ങൾ എത്രത്തോളം നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതാണ് പ്രശ്നം. നേരത്തെ നമ്മൾ അതാണ് ഈ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റ് ജീവികളെ മറ്റ് ജീവികളെ സ്നേഹിക്കുന്നതും മറ്റ് വിഭവങ്ങളെ സ്നേഹിക്കുന്നതും മറ്റ് വിഭവങ്ങൾ, ഇപ്പൊ മണ്ണ് പോലുള്ള വിഭവങ്ങൾ നമ്മുടെ മാത്രം സ്വന്തമല്ല എന്ന്. ഇപ്പൊ എനിക്ക് ഒരു 7 സെന്റ് ഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക. ആ 7 സെന്റ് എന്ന് വെച്ചാൽ ഒരു ഷോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു റെക്കോർഡിന് വേണ്ടി ഇപ്പം എനിക്ക് തന്നിരിക്കുകയാണ്. അതിനകത്ത് താമസിക്കാൻ വേണ്ടി ഈ രാഷ്ട്രം എനിക്ക് തന്നിരിക്കുന്നതാണ്. അതിനർത്ഥം ആ മണ്ണ് എന്നേക്കുമായി എന്റേതാണ് എന്നല്ല, അത് രാഷ്ട്രത്തിന്റെ സ്വന്തമാണ് അല്ലെങ്കിൽ ഭൂമിയുടെ സ്വന്തമാണെന്ന് വേണമെങ്കിലാണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാമൂഹികതാ ബോധം. അപ്പൊ ആ സാമൂഹികതാ ബോധം എന്ന് പറയുന്നതേ അത് ശരിക്കും നമ്മൾക്ക് ഒരു പക്ഷേ ആർജിച്ചെടുക്കേണ്ടതാകാം ഒരു പക്ഷേ. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ എന്തുമാത്രം പിന്നെ നമ്മളെ തന്നെ എന്തുമാത്രം നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ പ്രകൃതിയെയും നമ്മുടെ സഹജീവികളെയും മറ്റു ജീവികളെയും സ്നേഹിക്കുകയും. പലപ്പോഴും ഒരു കുറ്റപ്പെടുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പാടില്ല. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറ്റപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മള് സ്വയം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ചാൽ മറ്റുള്ളവർ അത് കാണുകയും അതിൽ നിന്ന് നമ്മൾ ആ പ്രവൃത്തിയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് അവരും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഒരു ക്യൂവിൽ നിൽക്കുക എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? ക്യൂവിൽ നിൽക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും സൗകര്യം ക്യൂവിൽ നിൽക്കുന്നതല്ലേ. പക്ഷെ നമ്മൾ ക്യൂവിൽ നിൽക്കൂല, അല്ലേ? നമ്മൾ ഇടയ്ക്ക് കയറാൻ ശ്രമിക്കും. അത് നമ്മുടെ സാമൂഹികതാ ബോധം കുറവുള്ളത് കൊണ്ടാണ്. ആദ്യം വന്ന എനിക്ക് ആദ്യം നിൽക്കാൻ പിന്നെ അവകാശം ഉണ്ട് എന്നതുപോലെ തന്നെ ഏറ്റവും അവസാനം വന്ന ഞാൻ അവസാനം നിൽക്കാൻ ബാധ്യസ്ഥനുമാണ്, അല്ലെ? അപ്പോൾ മാത്രമാണ് ഈ നേരത്തെ പറഞ്ഞ സാമൂഹികതാ ബോധം അല്ലെങ്കിൽ എന്നെ ക്യൂവിൽ നിൽക്കുന്ന എന്റെ തൊട്ട് പിന്നെ മുന്നിൽ നിൽക്കുന്ന ആളായാലും പിന്നിൽ നിൽക്കുന്ന ആളായാലും എന്റെ സഹോദരനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചോദ്യം ഇപ്പൊ നേരത്തെ ഞാൻ പെട്ടതാണ്. ഒരു ചോദ്യം അങ്ങോട്ട് മുന്നിൽ നിൽക്കുന്ന ആളും ഇടയിൽ വന്ന ആളും തമ്മിൽ അടി കൂടുമ്പോഴത്തേക്കും ചിലപ്പോ ഇതൊന്നും ഇല്ലാതെ സൈഡിൽ നിൽക്കുന്ന ഒരാൾ ഗോൾ അടിച്ചേക്കാം. അതേപോലെ ചിലപ്പോ ഒരു പക്ഷേ ഈ പരിസ്ഥിതിയും നമ്മളും തമ്മിലുള്ള അടിയിൽ എന്ത് സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? അതാണ് പറഞ്ഞത്. അതായത് പരിസ്ഥിതിയും മനുഷ്യനും തമ്മിൽ ശരിക്കു പറഞ്ഞാൽ സംഘർഷം എന്ന് പറയുന്നത് പ്രകൃതി നിരീക്ഷിച്ചിട്ടുള്ളതല്ല, അല്ലെങ്കിൽ പ്രകൃതി അതിന്റെ രൂപകൽപ്പനയിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം മനുഷ്യനെ മറ്റേതൊരു ജീവിയെയും പോലെ മനുഷ്യൻ ജീവിക്കുമെന്നാണ് പ്രകൃതി വിചാരിച്ചിരുന്നത്. പക്ഷെ സംഭവിച്ചത് അങ്ങനെയല്ല. മനുഷ്യന് ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി ഉള്ളത് കൊണ്ട് മനുഷ്യൻ പിന്നെ പ്രകൃതി വിചാരിച്ചതിൽ നിന്നും വ്യത്യസ്ത. ഇപ്പൊ നമ്മള് പിന്നെ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന 2 വ്യാവസായിക വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 2 വ്യാവസായിക വിപ്ലവങ്ങൾ നടത്തി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തീരുമാനിച്ചത് പ്രകാരമല്ല. നമ്മൾ നടത്തിയ നമ്മുടെ ആഡംബരങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആഡംബരങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി അത് നടത്തിയപ്പോൾ പ്രകൃതി മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ പിന്നെ ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോളിയം, പ്രകൃതിവാതകം, കൽക്കരി തുടങ്ങിയ സാധനങ്ങളെ വാരി വലിച്ചിട്ട് നമ്മൾ കത്തിച്ചു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള ഊർജ്ജം വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് കൂടുതൽ ആഡംബര സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കത്തിച്ചപ്പോഴത്തേക്ക് കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടിയത് ആദ്യമൊന്നും നമ്മൾ മനസ്സിലായില്ല. കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പിന്നെ വേവലാതിപ്പെടുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇന്നായിരുന്നു ഈ വ്യാവസായ വിപ്ലവത്തിനുള്ള അരങ്ങൊരുങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാലാവസ്ഥാ മാറ്റം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു നമുക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ ആഡംബരങ്ങളിലേക്ക് പോകുമായിരുന്നില്ല. പക്ഷെ അന്ന് ഇത് പോയ സമയത്ത് ഈ നേരത്തെ പിന്നെ ലക്ഷ്മി ചോദിച്ചത്
ചോദിച്ചതുപോലെ നമ്മൾ പ്രകൃതിയുമായ ഒരു ഏറ്റുമുട്ടലാണ് എന്നൊരു പക്ഷേ അറിഞ്ഞുകൊണ്ടല്ല പോയത്. പ്രകൃതിയിൽ നിന്ന് പിന്നെ അനന്തമായിട്ട് എന്തും എപ്പോഴും കിട്ടും എന്ന് മനുഷ്യൻ ഒരു പക്ഷേ തെറ്റായി ധരിച്ചിരുന്നു. ആ ധാരണ ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചതിന് ശേഷവും ആ ധാരണ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. എന്ന് പറഞ്ഞാൽ ഈ ഓടയിലേക്ക് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ എറിഞ്ഞുകൂടാന്ന് എനിക്കറിയാം. ഈ ഓടയിലേക്ക് ഒഴുകുന്ന ജലം ഒഴുകാനുള്ളതാണ്. ഈ എല്ലാവരും പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ ഓടയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടയിൽ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞാൽ ജലം ഒഴുകൂല, ഈ പിന്നെ മാലിന്യങ്ങളും ഒഴുകൂല, എല്ലാം കെട്ടിക്കിടക്കും എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിലാണെങ്കിൽ അത് നഗരത്തിലാണ് കൂടുതൽ സംഭവിക്കുന്നത്. നഗരജീവിതം സ്തംഭിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, എനിക്കത് അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഈ എന്റെ മുന്നിൽ നിന്ന് ഈ മാലിന്യത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രകൃതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് എങ്ങോട്ടെങ്കിലും പൊക്കോളും. പക്ഷെ എന്നെ ബാധിക്കില്ല. പക്ഷേ അത് എങ്ങോട്ടെങ്കിലും ഒരിക്കലും പോകത്തില്ല എന്നുള്ളതാണ് സത്യം. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ഇത് കടലിൽ ഈ പ്ലാസ്റ്റിക് എത്തുന്നു. ഇത് മൈക്രോ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇത് മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് മാറും, വളരെ ചെറിയ തരികളായിട്ട് മാറും. മത്സ്യങ്ങൾ അതിന്റെ ആഹാരം എന്ന് തെറ്റിദ്ധരിച്ച്, പ്ലവകങ്ങളാണ് അതിന്റെ ആഹാരം, പ്ലാങ്ടണുകൾ എന്ന് പറയുന്ന ഈ പ്ലാങ്ടണുകൾ എന്ന് തെറ്റിദ്ധരിച്ച് മത്സ്യങ്ങൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്കിനെ കഴിക്കും. തിരിച്ച് ഒരു ചൂരയുടെ ശരീരത്തിൽ ഈ മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ തന്നെ ടേബിളിലെത്തും, നമ്മൾ അറിയാതെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക് ആണ് ഫ്രൈ നമ്മൾ കൊണ്ടിട്ട് നമ്മൾ തന്നെ കഴിക്കും. അവിടെ നമ്മൾ ഒരുപക്ഷെ അത് അറിയുന്നുണ്ടാവില്ല. അതിന്റെ പിന്നെ വൈദ്യശാസ്ത്രപരമായ ആഘാതങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ ആഘാതങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മൾ പിടികൂടുന്നത്. അത് പിന്നെ വളരെ പിന്നെ അപൂർവമായിട്ടായിരിക്കും ഈ ഒരു കാരണം കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലും. അതെ, ഓക്കെ. അപ്പൊ എനിക്കൊന്ന് സമയവും അങ്ങനെ നമ്മൾ കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഇനി പറഞ്ഞു നിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ മഴയായി. ഇപ്പൊ നേരത്തെ തൊട്ട് നമ്മൾ പറഞ്ഞു ഓടകൾ അടയാം, ഇനി ജലാശയങ്ങളിലൊക്കെ നിറയാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനി നമ്മൾ നേരിടാനായിട്ട് ഇരിക്കുകയാണ് മഴ കണക്കുമ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സാറിന് എന്താണ്? നമ്മൾ മുമ്പൊരു അധ്യായത്തിൽ ഇതുപോലെ പറഞ്ഞതുപോലെ, അതായത് നമ്മുടെ പിന്നെ ഓടയിലൂടെയും നദികളിലൂടെയും നീർച്ചാലുകളുടെയും ഒക്കെ ഒഴുകുന്ന ജലമാണല്ലോ പ്രധാന വിഷയം. ജലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ജലം തന്നെയാണ് എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിക്കാൻ നമുക്ക് എന്ന് കഴിയുമോ? എന്ന് അങ്ങനെ പരിസ്ഥിതി പഠനം കുട്ടികളിലൂടെ അല്ലെങ്കിൽ മുതിർന്നവരിലൂടെ എന്ന് അങ്ങനെ ആയിത്തീരുമോ? ഇപ്പൊ എന്റെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന ജലം, ആ ജലം തന്നെയാണ് തൊട്ടടുത്തുള്ള ഓടയിൽ കൂടി ഒഴുകുന്ന ജലം എന്ന് ഞാൻ വിചാരിച്ചാൽ മതി. അത് ശാസ്ത്രീയമായി സത്യമാണ്. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ജലം ഒന്നേ ഉള്ളൂ ഭൂമിക്ക്. ഈ ജലം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഓടയിൽ കൂടി മലിനജലം ഒഴുക്കിയാൽ കുറെ താഴോട്ട് ചെന്നിട്ട് നമ്മുടെ പിന്നെ കുടുംബ വീട് ചിലപ്പോൾ കുറച്ച് താഴെ ആയിരിക്കുമല്ലോ, അപ്പൊ ഈ ഓടയിൽ നിന്ന് ഈ മലിനജലം ഈ തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലെ കിണറ്റിലേക്ക് കലരാം, ഈസി ആയിട്ട് കലരാം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനത് കോരി കുടിക്കുമല്ലോ, കുടുംബ വീട്ടിൽ ഞാൻ ചെല്ലുമല്ലോ, ചെല്ലുമ്പോൾ ഞാൻ അത് കോരി കുടിക്കുമല്ലോ. കോരി കുടിക്കുമ്പോഴത്തേക്ക് ആ ജലം എന്റെ ശരീരത്തിൽ വരുന്നില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ജലം എല്ലാം ഒന്നാ, ഒരു ജലം മാത്രമേ ഉള്ളൂ. എവിടെ ആയിരുന്നാലും ഒരു ജലം മാത്രമേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ മലിനപ്പെടുത്തുന്നു. പക്ഷെ അങ്ങനെ മലിനപ്പെട്ട ജലത്തെ നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് വഴി ശുദ്ധീകരിച്ചിട്ട് പ്രകൃതിയിലേക്ക് കൊടുക്കണമെന്ന് പറയുന്നില്ല, അതെപ്പോഴും സാധ്യമാവില്ല. പക്ഷെ മണ്ണെന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ, നമ്മുടെ കിണറിനടുത്തല്ലാത്ത ഒരു സ്ഥാനത്ത് ഈ ജലത്തെ മണ്ണിലേക്ക് വിട്ടാൽ മണ്ണ് അതിനെ ഫിൽട്ടർ ചെയ്തോളും. മണ്ണ് പിന്നെ മാലിന്യങ്ങളെ ഒരു പരിധിവരെ നീക്കം ചെയ്തിട്ട് അത് സംസ്കരിച്ചോളും. അങ്ങനെ ആ ജലം അതിനുശേഷം ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സാമൂഹികത എന്ന ഒരു വിഷയമായിരുന്നു പരിസ്ഥിതി വർത്തമാനത്തിൽ നമ്മൾ സംസാരിച്ച. ഒപ്പം നമ്മൾ ജലത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചു. വളരെ സന്തോഷം. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ ഡോക്ടർ ജെ ഉദയകുമാർ സാറായിരുന്നു. സാറിന് നന്ദി പറയുന്നു പരിപാടിയിൽ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിസ്ഥിതി വർത്തമാനം ഇവിടെ പൂർണ്ണമാകുന്നു.